നെക്സ്റ്റ് ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളൊരു മറുപടി എനിക്കിപ്പോൾ ആരോടെങ്കിലും ഇഷ്ടം തോന്നിയിട്ടുണ്ടോ? ഇഷ്ടം തോന്നിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഓക്കെ നിങ്ങൾ വിചാരിക്കുന്നത് അപ്പോൾ ഈ നിൽക്കണ വീടോന്ന് ഇത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 2 ദിവസം മുന്നേ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു Q&A ചോദിച്ചാലോ വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അപ്പോൾ അതിനുള്ള ആൻസർ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്തപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ക്വസ്റ്റ്യൻസ് വാങ്ങിച്ച് ആൻസേഴ്സ് പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. ആൽവിൻ വർഗീസ്, യൂട്യൂബ് ചാനൽ തുടങ്ങാൻ എന്തെങ്കിലും കാരണമുണ്ടോ? അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കാരണം എന്ന് വെച്ചാൽ എനിക്കൊരു വലിയൊരു ആഗ്രഹമുണ്ട്. എനിക്കും എൻ്റെ ഫാമിലിക്കും വലിയൊരു ആഗ്രഹമാണ് ഒരു വീട് പണിഞ്ഞ് അതിൽ താമസിക്കണം എന്നുള്ളത്. അപ്പോൾ അതാണ് എൻ്റെ ഒരു വലിയ ഡ്രീം. അപ്പോൾ അതും അച്ചീവ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ ഈ നിൽക്കണ വീടോന്ന് ഇത് എൻ്റെ അമ്മയുടെ ആങ്ങളയുടെ വീടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീടാണ് ലക്ഷ്യം. അപ്പം അതിലോട്ട് എത്തണം എന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം, എന്നെങ്കിലും എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ല്ലോ എന്നാണ് നെക്സ്റ്റ് ആളുടെ പേര്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: ഫ്രം ദീസ് മെനി ഇയേഴ്സ് ആരോടെങ്കിലും ഇഷ്ടം തോന്നിയിട്ടുണ്ടോ, ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്നതാണ്. അപ്പോൾ എനിക്ക് ബോയ് ഫ്രണ്ട് ഒന്നുമില്ല. പിന്നെ ഫ്രം ദി മെനി ഇയേഴ്സ് ആരോടെങ്കിലും ഇഷ്ടം തോന്നിയിട്ടുണ്ടോ? ഇഷ്ടം തോന്നിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് എല്ലാവർക്കും തോന്നുന്ന ഒന്നാണല്ലോ ഇഷ്ടം തോന്നുക എന്നുള്ളത്. അത് എല്ലാവരെ പോലെ എനിക്കും തോന്നിയിട്ടുണ്ട്. പറഞ്ഞപ്പോഴാണ് എനിക്കൊരു ഇത് ഓർമ്മ വന്നത്. ഒരു 3-4 വർഷം മുന്നേ ഞാനും അമ്മയും എല്ലാവരും ഞങ്ങൾ ഫാമിലിയായിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ക്യൂ നിന്നിട്ട്, പോയവർക്കൊക്കെ അറിയാമല്ലോ ക്യൂ നിന്നിട്ട് വേണം കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്യാവശ്യം നേരം ക്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നോക്കി ജസ്റ്റ് അങ്ങനെ നിൽക്കുമ്പോൾ ഒരു അമ്മയും 2 പയ്യന്മാരും പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ബ്ലാക്ക് ഷർട്ട് ഇട്ടിട്ടായിരുന്നു. അപ്പോൾ അച്ഛനും പറയേണ്ടത് അമ്മയും പറയേണ്ടത് നല്ല ഭംഗിയുണ്ടല്ലോ അവരെ കാണാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞങ്ങളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു അവരെ കാണാൻ എന്നുള്ള രീതിക്ക്. അപ്പോൾ അങ്ങനെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ C1, കറൻറ്റ് റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് പറയാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിംഗിളാണ്. നമുക്കാരുമില്ലേ, നമ്മൾ സിംഗിളായി പോയില്ലേ, എന്താ ചെയ്യാം. ബോബി KP ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. BVMലെ മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമോ എന്നാണ്. അപ്പോൾ BVM എന്ന് പറയുന്നത് ഞാൻ പഠിച്ച സ്കൂളായിരുന്നു കേട്ടോ. ഞാൻ 3 കൊല്ലം അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു, 5th തൊട്ട് 7th വരെ. അപ്പോൾ അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് പറയാമെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഞാൻ പിന്നീട് എപ്പോഴാണെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിലും ചിലരോട് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചിലരെ കാണുമ്പോൾ സംസാരിക്കാറുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വലിയൊരു എക്സ്പീരിയൻസ് എന്ന് പറയാൻ എനിക്ക് അങ്ങനെ ഇല്ല. ഫ്രണ്ട്ഷിപ്പായിട്ടുള്ള സംഭവങ്ങൾ തന്നെ എനിക്ക് അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതിൽ 1-2 പേര് എനിക്കിപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട് കേട്ടോ. അത് കുറേ നാൾക്ക് ശേഷമാണ് ഇപ്പോൾ കോണ്ടാക്റ്റ് വന്നത്. അതിലൊരാൾ എന്നിട്ട് എന്നോട് ചോദിച്ചു ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തിരിച്ചങ്ങോട്ട് ചോദിക്കാൻ നിന്ന ചോദ്യമായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും എനിക്ക് ഓർമ്മയൊക്കെ ഉണ്ട്, അങ്ങനെ മറക്കിയ കാര്യങ്ങളൊന്നും ഇല്ല. എൻ്റെ ഫ്രണ്ട്സിനൊന്നും ഞാൻ അങ്ങനെ മറന്നിട്ടുമില്ല. കാണുമ്പോഴായാലും സംസാരിക്കുക, അല്ലെങ്കിൽ അങ്ങോട്ട് ചെല്ലുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ട്. ഞാൻ LKG തൊട്ട് 4th സ്റ്റാൻഡേർഡ് വരെ LP വേറെ സ്കൂളിലായിരുന്നു, CBSE സ്കൂളിലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് BVMലേക്ക് വന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഹൈസ്കൂൾ വേറെ സ്കൂളിലായിരുന്നു പഠിച്ചത്. അപ്പം അങ്ങനെ ഓരോ സ്കൂളുകൾ മാറിപ്പോയ കാരണം ചില ഫ്രണ്ട്സിനൊക്കെ അങ്ങനെ കട്ടാവും. പിന്നീട് അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറേ കൊല്ലങ്ങൾക്ക് ശേഷമാണ് ചിലപ്പോൾ ഇൻസ്റ്റഗ്രാമൊക്കെ വന്നപ്പോൾ ഒക്കെ അങ്ങനെ കിട്ടിയിട്ടുള്ളത്. ഇപ്പോഴും കോണ്ടാക്റ്റ് ആയിട്ടുള്ള വളരെ കുറച്ച് ഫ്രണ്ട്സ് എനിക്കേ ഉള്ളൂ പറയുകയാണെങ്കിൽ. അപ്പോൾ ഇത്രയ്ക്കൊക്കെ ആയിരുന്നു കേട്ടോ Q&Aയിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ എല്ലാത്തിനും ആൻസർ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോ വീണ്ടും കാണാം കേട്ടോ. ടാറ്റാ.